അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഏത് നിമിഷവും ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവരാണ്, മരിച്ചു പോകേണ്ടവരാണ് എന്ന ചിന്തയും ബോധവും നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വാധീനിക്കണം. ആ ഓർമ്മ വിട്ടുപോകാതെ ജീവിതത്തെ നിയന്ത്രിക്കണം എന്നുണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ. അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് റമദാൻ മാസത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും മഹാഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മെ പറ്റിയാണ്. ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ്, അതല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം ഏതൊരാൾക്കും ആവശ്യമാണ്. അതിലെത്ര സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവനാണെങ്കിലും, ഒട്ടും സൂക്ഷ്മതയില്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്നവരാണെങ്കിലും, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന ബോധമുള്ള ഏതൊരാളും തനിക്കൊരു തിരിച്ചുവരവും ഒരു ശുദ്ധീകരണവും ആഗ്രഹിക്കുമ്പോൾ റമദാൻ മാസത്തെ മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ അവന് അതൊരു വലിയ സന്തോഷമായി അവൻ അനുഭവപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ ഒരു വചനം ഈ സന്ദർഭത്തിൽ സാധാരണ നമ്മൾ പറയാറുണ്ട്. ജീവിതത്തിൽ റമദാനിലൂടെ കടന്നു പോകാൻ ഭാഗ്യം കിട്ടിയിട്ടും തൻ്റെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കാതിരുന്നാൽ അവൻ്റെ കാര്യം മഹാകഷ്ടം തന്നെ എന്ന് റസൂലുള്ള പറയുണ്ടായി. അതിൻ്റെ അർത്ഥം നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ് എന്നാണ്. പരിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നത് ജീവിതത്തിൽ സൂക്ഷ്മത, തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിലൊരു മാസം മുഴുവൻ നോമ്പ് നോൽക്കണം എന്ന് സത്യവിശ്വാസികളോട് കൽപ്പിച്ചത് എന്നാണ്. തഖ്വ എന്നതിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും തെറ്റിലേക്ക് നീങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് പറയുന്നത്, അല്ലെങ്കിൽ സൂക്ഷ്മത നമ്മുടെ മനസ്സിലേക്ക് എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? അതിൻ്റെയൊക്കെ ഏക കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ തഖ്വ നമുക്ക് വേണ്ടത്ര ഇല്ല എന്നുള്ള. ഈ തഖ്വ എന്ന് പറയുന്നത് അതൊരു മൂർത്ത രൂപത്തിലുള്ള ഒന്നല്ല. ഓരോരുത്തരുടെ മനസ്സിലും ഓരോ രീതിയിൽ കുടികൊള്ളുന്ന ഒരു ബോധമാണ്. അള്ളാഹുവിനെ പറ്റിയുള്ളൊരു ബോധമാണ്, മരിച്ചു പോകുന്നതിനെ പറ്റിയുള്ള ചിന്തയാണ്, നരകത്തെപ്പറ്റിയും സ്വർഗത്തെപ്പറ്റിയൊക്കെയുള്ള ആലോചനയാണ്. ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും പടച്ചോനെ ഇതെന്നെ നരകത്തിലേക്ക് എത്തിക്കോ എന്ന ഒരു തോന്നൽ, അതല്ലെങ്കിൽ ഇതെന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുമോ എന്ന ഒരു വിചാരണ മനസ്സിൽ മനുഷ്യൻ നടത്തുന്ന, ആ നടത്തണം എന്നൊരാൾക്ക് ഉണ്ടോ, തോന്നുന്നുണ്ടോ? അവൻ്റെ മനസ്സിൽ തഖ്വയുണ്ട് എന്നാണ്. ഒരാൾക്ക് അതൊന്നും തോന്നുന്നില്ല. ഇത് ചെയ്താൽ എനിക്ക് ഇന്ന് നരകത്തിൽ പോകുമോ അല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തിക്കോ എന്ന ഒരു തോന്നലൊന്നും അവർ ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ മനസ്സിൽ തഖ്വയുടെ അംശം വളരെ കുറവാണെന്നാണ്. അപ്പം എത്ര തഖ്വയുള്ളവരാണ് നമ്മൾ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ആലോചിക്കാവുന്നതാണ്, ഓരോരുത്തർക്കും അത് കണക്കാക്കാവുന്നതാണ്.
തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിൽക്കുന്നത് അത് സ്വകാര്യതയിലാണ്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നവർ നമ്മളാണ്. എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുക മറ്റാരെക്കാൾ കഴിഞ്ഞാൽ, അള്ളാഹു കഴിഞ്ഞാൽ എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുക എനിക്കാണ്. ഞാൻ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നുണ്ട്, ജീവിക്കുന്നില്ല എന്ന് എൻ്റെ രൂപവും ഭാവവും എൻ്റെ മറ്റ് പുറമേക്കുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഒരാൾക്ക് ഒരിക്കലും അതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ പറ്റൂല. മറിച്ച് അവനവനെ പറ്റി അവനാൻ ഏതായാലും അറിയാം. ആ അവനവന് മാത്രം അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. അത് എനിക്കറിയണ മാത്രം കുറേ കാര്യങ്ങൾ. അതിനാണ് നമ്മൾ സ്വകാര്യങ്ങൾ എന്ന് പറയാം. ആ സ്വകാര്യങ്ങളെ ശുദ്ധമാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് സ്വകാര്യങ്ങളെ ശുദ്ധമാക്കി മാറ്റുക. സ്വകാര്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയും. അതാണ് ഒരാളുടെ തഖ്വയുടെ മാനദണ്ഡം. അതാണ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഗൈബിൽ അസാന്നിധ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതിനാണ് ഒരാളുടെ അവന് പ്രതിഫലം ലഭിക്കുന്നതും അവന് പാപമോചനം ലഭിക്കുന്നതും ഒക്കെ അസാന്നിധ്യത്തിൽ അള്ളാഹിനെ ഭയപ്പെടുന്നതാണ്. അപ്പോൾ സ്വകാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ട ഒരു സമയമാണ്. എൻ്റെ സ്വകാര്യങ്ങൾ എന്ന് വെച്ചാൽ മറ്റാരും അറിയാതെ, ഭർത്താവ് അറിയാതെ ഒരുപാട് കാര്യങ്ങൾ സ്വകാര്യങ്ങൾ സൂക്ഷിക്കുന്ന ഭാര്യമാരുണ്ടാവും. ഭാര്യ അറിയാതെ സ്വകാര്യങ്ങൾ സൂക്ഷിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. മറ്റുള്ള സ്നേഹിതന്മാരിൽ നിന്ന് അറിയാത്ത ഒരുപാട് സ്വകാര്യങ്ങളുള്ള വ്യക്തികളുണ്ടാവും. ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരുപാട് സ്വകാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ സ്വകാര്യങ്ങൾ നല്ല സന്തോഷം നൽകുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന, തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളായാൽ അയാൾ മഹാഭാഗ്യവാനാണ്. എൻ്റെ സ്വകാര്യങ്ങളിലേക്ക് എനിക്കിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. അതിൽ ഒരുപാട് നന്മ, ധാരാളം ആളുകൾക്ക് മറ്റാരും അറിയാതെ ഞാൻ ഒരുപാട് ധർമ്മം ചെയ്തിട്ടുണ്ട്. മറ്റാരും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. മറ്റൊരാളും ശ്രദ്ധിക്കാത്ത ഒരു സന്ദർഭത്തിൽ എനിക്ക് ചില സാമ്പത്തിക നേട്ടം കിട്ടാവുന്ന ഒരു സന്ദർഭത്തിൽ ഞാനത് ഒഴിവാക്കി അതിൻ്റെ ആൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ സാഹചര്യവും ഒത്തിട്ടും ഞാൻ അള്ളാഹനെ പേടിച്ചുകൊണ്ട് ഇന്ന കാര്യം ചെയ്തിട്ടില്ല, ഇന്ന കാര്യത്തിന് തുനിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഒരാൾക്ക് തന്നെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നതെങ്കിൽ അയാൾക്ക് ആ സ്വകാര്യത്തെ ഓർത്തുകൊണ്ട് സമാധാനിക്കുകയും അയാൾക്ക് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. എന്നാൽ മറ്റൊരാൾ തൻ്റെ സ്വകാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. ആരും അറിയാതെ, വീട്ടുകാരറിയാതെ, നാട്ടുകാരറിയാതെ, മറ്റുള്ളവരൊന്നും അറിയാതെ കൂട്ടമായി ഒരുമിച്ചും അല്ലാതെയും വീട്ടിൽ നിന്ന് ഞാൻ അറിയാതെ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ വ്യഭിചരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട്, അന്യൻ്റെ അപഹരിച്ചിട്ടുണ്ട്. പലതും എൻ്റെ ആധാരത്തിലുള്ള പലതും അത് എൻ്റേതല്ല എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തോന്നുന്നതെങ്കിൽ അയാൾ വളരെയധികം പേടിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ ഈ തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരും അറിയാതെ ചെയ്ത കുറേ കാര്യങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നതാണോ, നമുക്ക് ദുഃഖം നൽകുന്നതാണോ, പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ദുഃഖം നൽകുന്നതാണോ എങ്കിൽ നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതൊക്കെ മായ്ച്ചു കളയണം. തെറ്റുകൾ മായ്ച്ചു കളയാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു, 7 വിഭാഗത്തിന് തണലേകുന്ന സന്ദർഭം റസൂൽ നമുക്ക് 7 ആളുകൾ. അതിൽ 3 ആളുകളും സ്വകാര്യങ്ങൾ പങ്കുവെക്കുന്നവരാണ്, സ്വകാര്യങ്ങൾ സൂക്ഷിച്ചവരാണ്. അതിനെപ്പറ്റി റസൂലുള്ള ഒരാൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് കാലം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടു നടന്ന, എപ്പോഴെങ്കിലും തനിക്ക് സ്വന്തമാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, തൻ്റെ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് ആരും അറിയാത്ത രീതിയിൽ ആ പെണ്ണുമായൊരു തെറ്റു ചെയ്യാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ പെട്ടെന്ന്
പടച്ചോനെ ഓർത്ത് പടച്ചോൻ കാണുമല്ലോ എന്നൊരു ബോധമുണ്ടായി ആ തെറ്റിൽ നിന്ന് പെട്ടെന്ന് മാറിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അർശിന്റെ തണൽ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ധർമ്മം ധാരാളം കൊടുക്കുന്നുണ്ടെങ്കിലും വലതു കൈ കൊടുക്കുന്ന ഇടതു കൈ അറിയാത്ത സ്വകാര്യമായി ഒരുപാട് ആളുകളെ സഹായിച്ച മനുഷ്യന്മാർ, അങ്ങനത്തെ കുറേ ആളുകളുണ്ടാവും. ആരും അറിയില്ല, സ്വകാര്യമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. അങ്ങനെ സഹായിച്ചത് ആ സ്വകാര്യമായിട്ട് വെക്കുന്നത് എന്താണ്? അത് എൻ്റെ ഒരു ഡെപ്പോസിറ്റായി കിടക്കട്ടെ എന്ന് വിചാരിച്ച് വെക്കുന്ന ആളുകളാണ്. അങ്ങനെ സ്വകാര്യമായിട്ട് ഡെപ്പോസിറ്റായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് സഹായിച്ച ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾ, അതാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ഒരാളെ റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ ഒറ്റയ്ക്കിരുന്ന് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഒറ്റക്ക് ആരും കാണാതെ സ്വകാര്യമായിരുന്ന് തന്നെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോ പൊട്ടിക്കരഞ്ഞു പോകുന്നൊരു മനുഷ്യൻ. വീട്ടിലിരുന്ന് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിരുന്ന് അവൻ എന്താണ് ഇപ്പൊ എന്റെ അവസ്ഥ, പരലോകവുമായി ബന്ധിക്കുമ്പോ എന്റെ അവസ്ഥ എന്താണ് എന്നിങ്ങനെ ആലോചിക്കുകയും ആലോചിക്കുമ്പോ കണ്ണുനീർ അറിയാതെ ഒലിച്ചിറങ്ങുകയും ചെയ്യുന്ന മനുഷ്യൻ, ആ മനുഷ്യനും ഈ പറഞ്ഞ രീതിയിൽ അർശിന്റെ തണൽ ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞവരാണ്. അവരൊക്കെ സ്വകാര്യങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി കൊണ്ടുവന്നതാണ്. ഈ സ്വകാര്യങ്ങൾ സൂക്ഷ്മമായി കൊണ്ടുവരാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു മഹത്തായ ആരാധനാകർമ്മമാണ് നോമ്പ് എന്ന് നമ്മൾ അതിനെപ്പറ്റി പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. അതിന് നോമ്പല്ലാതെ മറ്റൊരു ആരാധനാകർമ്മങ്ങളും ആ രീതിയിലേക്ക് നമ്മെ പരിശീലിപ്പിച്ചെത്തിക്കുന്നതല്ല. നോമ്പ് അതിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അസ്സൗമു ലീ വ അന അജ്സീ ബി, നോമ്പ് അത് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ തന്നെ നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാ ആരാധനകളും അല്ലാഹുവിനുള്ളതാണെങ്കിലും ഇവിടെ നോമ്പ് എനിക്കുള്ളതാന്ന് പറഞ്ഞ അർത്ഥം, നോമ്പ് എന്ന് പറയുന്നത് അത് സ്വകാര്യമാണ്, ഓരോരുത്തരുടെയും സ്വകാര്യമാണ്. ആ സ്വകാര്യം നോമ്പ് നോറ്റിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് ആൾക്കാരുടെ ഇടയിലൊക്കെ വളരെ നോമ്പ് നോറ്റവരായി തന്നെ നടക്കുകയും എന്നാൽ നോമ്പ് നോൽക്കാതെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മനുഷ്യന്മാരെല്ലാവരും വിചാരിക്കും നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന്, പക്ഷെ വാസ്തവത്തിൽ അയാൾ നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ നടക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. നമസ്കാരം അങ്ങനെ കഴിയില്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കണം, ആ നിസ്കരിക്കണ വേറൊരാൾ കാണും. സക്കാത്ത് ഏറ്റവും ചുരുങ്ങിയത് ആർക്കാണോ കൊടുക്കുന്നത് അയാളെങ്കിലും അതറിയും. ഹജ്ജിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് ഒരാളും അറിയാതെ, ഒരു മനുഷ്യനും കാണാതെ, അയാൾക്ക് സ്വകാര്യമായി തന്റെ ഭാര്യ പോലും അറിയാതെ ഒരാൾക്ക് വേണമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും. ഭർത്താവ് പോലും അറിയാതെ ഒരു പെണ്ണിന് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും. ആ രീതിയിൽ സ്വകാര്യമാക്കാൻ പറ്റിയ ഒന്നാണ് നോമ്പ്. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത് അതിൻ്റെതാണ്. അത് എന്തിനാ നോമ്പ് വെക്കണം? അങ്ങനെ നോമ്പ് വെക്കണം എന്തിനാണ്? അത് പടച്ചോന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ടാണ്, അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചാണ്. ആ പ്രീതി ഉദ്ദേശിച്ച് ചെയ്യുന്ന നോമ്പ് അതിന്റെ പ്രതിഫലം കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പറ്റി പറഞ്ഞത് അതാണ്. അപ്പൊ അത് ഈ നമ്മുടെ മനസ്സിൽ അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഒരുപാട് ആ രംഗത്ത് വലിയ അനുഗ്രഹം കിട്ടിയവരാണ്. നമ്മുടെ മനസ്സിൽ ഈ സ്വകാര്യങ്ങളിൽ അള്ളാഹനെ സൂക്ഷിക്കാനുള്ള അതിന്റെ വിത്ത് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും അതുണ്ട്. കാരണം അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സ്വകാര്യങ്ങളിൽ അള്ളാഹനെ സൂക്ഷിക്കാനുള്ള അതിന്റെ വിത്ത് നമ്മുടെ കയ്യിലുണ്ട് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നോമ്പ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര സ്വകാര്യമായിട്ടും നോമ്പ് മുറിക്കൂല. അയാൾ ആരും അറിയാതെ, വേറൊരു മനുഷ്യനും അറിയണില്ല എന്നുണ്ടെങ്കിലും നോമ്പ് നോൽക്കുന്ന ഒരാള് ഞാൻ ആരും അറിയില്ലല്ലോ, റൂമൊക്കെ അടച്ചു കൂട്ടിയിരുന്ന് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ, ആരും അറിയില്ലല്ലോ എന്നൊരു നോമ്പ് നോൽക്കുന്ന ആള് ഒരിക്കലും ചെയ്യൂല. അല്ലെങ്കിൽ അയാൾ വെള്ളത്തിൽ മുങ്ങി, നല്ല വേനൽക്കാലത്ത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്, ആരും കാണുന്നില്ല, ഞാൻ ലേശം വെള്ളം കുടിക്കട്ടെ എന്ന് അയാൾ വിചാരിക്കൂല. കാരണം ആരും അറിയാത്ത അള്ളാഹും അവനും മാത്രം അറിയുന്ന രംഗങ്ങളിലാണെങ്കിൽ പോലും അവന്റെ മനസ്സിലുണ്ട് ഞാൻ നോമ്പുകാരനാണ്, എനിക്കത് മുറിക്കാൻ പറ്റൂല, ഇത് ഞാൻ ഇത് മുറിച്ചാൽ എന്റെ നോമ്പ് മുറിയും എന്നതിനേക്കാൾ ഉപരി ഇത് നോമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു കൈത്തിരി നമ്മുടെയൊക്കെ ആളുകളുണ്ട്. അതൊന്നുമില്ലാത്ത ധാരാളം ആളുകളുണ്ട്, അവരെ പറ്റിയല്ല ഞാൻ പറയണത്.
അങ്ങനെയൊന്നും ഈ കാര്യമൊന്നും ആലോചിക്കാത്ത, നോമ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അങ്ങനെ ജീവിച്ച് കുറേ കാലം ജീവിച്ച് അങ്ങനെ മരിച്ചു പോകണ ഒരുപാട് ആളുകൾ നമുക്ക് പുറത്തുണ്ട്. അങ്ങനത്തെ ആളുകളെ പറ്റിയല്ല, നമ്മെപ്പോലെ പള്ളിയിലൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഈ കൈത്തിരി ഇവിടെ ഉണ്ട്, ഈ തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നുകൂടി ശോഭയുള്ളതാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവൻ അതൊന്ന് പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. അതിനാണ് നമ്മൾ നോമ്പ് വെക്കുന്നത്. ഈ ഒരു ബോധം, നമ്മുടെ ഉള്ളിലുള്ള ഈ ബോധത്തെ നമുക്കൊന്നുകൂടി തെളിച്ചമാർന്നതാക്കി അത് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലേക്കും ഈ നോമ്പ് മുറിക്കാതിരിക്കണ നമ്മളുടെ ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് അന്യൻ്റെതായ ഒരു ആരും അറിയാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ആരുടെയെങ്കിലും നമുക്ക് അപഹരിച്ചെടുക്കാൻ കഴിയും, ആരും അറിയില്ല, ഞാനും പടച്ചോനെ അറിയുള്ളൂ എന്നൊരു രീതി ഉണ്ടെങ്കിലും അതെനിക്ക് വേണ്ട എന്ന് നോമ്പ് നമ്മൾ ആരും അറിയാതെ വെള്ളം കുടിക്കാത്തതുപോലെ മറ്റുള്ളവരുടെ സ്വത്ത് ആരും അറിയാതെ കവർന്നെടുക്കാൻ കെടുക്കാതിരിക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാകണം. ആരും അറിയില്ല, ഞാനും ഇതാ തെറ്റിലേക്ക് പോവാണ്, ഞാനും മാത്രമേ പടച്ചോനും ഞാനും അറിയുള്ളൂ, ഞാനിതാ ഇപ്പൊ ഒരു തെറ്റിലേക്ക് പോവുകയാണ്, ഞാനും പടച്ചോനും അറിയുള്ളൂ. അപ്പൊ നോമ്പിന്റെ ആ ചൈതന്യം ഒരാൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറി നിൽക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ ഒരാൾക്കാണ് ചെയ്യാൻ കഴിഞ്ഞാൽ അവനൊരു മഹാഭാഗ്യവാനാണ്. അവൻ ആ സൂക്ഷ്മത ജീവിതത്തിലേക്ക് ഇങ്ങ് പടർത്തി കൊണ്ടുവരാനുള്ള ഒരു പരിശീലനം നമ്മൾക്ക് നൽകുകയാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ നിന്ന് കുറെ ഉറങ്ങി ഇതിനൊന്നും ഉൾക്കൊള്ളാതെ ആ രീതിയല്ല. ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകണം, ജീവിതത്തെ അത് സ്വാധീനിക്കണം. ബാക്കിയുള്ള കാലങ്ങളിൽ ഓരോ ഇടപാടിലും അത് ഉണ്ടാകണം. ബാക്കി എല്ലാ സംഗതികളും പണ്ടത്തെ പോലെ തന്നെ, ആകെ ഒരു വ്യത്യാസം റമദാൻ മാസത്തിൽ പകലൊന്നും തിന്നൂല എന്നൊരവസ്ഥയാകാൻ പറ്റൂല. നമ്മൾ അതിൽ നിന്ന് മാറി പുതിയ രീതിയിലേക്ക് വരണം. അതിനുള്ള ഒരു പരിശീലനം എന്ന നിലയ്ക്ക് തന്നെ നോമ്പിനെ നമ്മൾ കാണണം. ഈ സ്വകാര്യങ്ങളെ വിശുദ്ധമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക, അതിനൊന്ന് നമ്മൾക്ക് അപ്പോ ഇത് നമ്മുടെ മനസ്സിലുണ്ടായ പിന്നെ നമ്മൾക്ക് തെറ്റിയാൻ കഴിയില്ല. നമ്മൾക്ക് ഒരിക്കലും തെറ്റിയാൻ കഴിയില്ല. നമ്മൾക്ക് തക്കവ മനസ്സിലുണ്ടായാൽ തെറ്റിയാൻ നമുക്ക് തോന്നൂല. നമുക്ക് നോമ്പുറിക്കാൻ തോന്നാത്തതുപോലെ നമുക്ക് വേറെ തെറ്റുകളൊന്നും ചെയ്യാൻ നമുക്ക് തോന്നൂല. അപ്പൊ അതുകൊണ്ട് ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിലൊന്നാമതായി നമ്മുടെ പ്രാർത്ഥന വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അത് നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അതിന്റെ അർത്ഥം ഇതാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, പടച്ചോനെ എന്റെ മനസ്സിന് നീ തഖ്വ നൽകണമേ, വസക്കിഹ അതിനെ നീ ഒന്ന് ശുദ്ധീകരിച്ചു തരണമേ, അൻത ഖൈറു മൻ സക്കാഹ അതിനെ ശുദ്ധീകരിച്ചു തരുന്നതിൽ ഏറ്റവും ഉത്തമൻ അത് നീ തന്നെയാണ്. അന്ത വലിയുഹ നീയാണല്ലോ മനസ്സിന്റെ രക്ഷാകർത്താവ്, വ മൗലാഹ അതിന്റെ ഉടമസ്ഥനും നീയാണല്ലോ. നീയാണല്ലോ എൻ്റെ മനസ്സിനെ കൊണ്ടു നടക്കുന്നത് പടച്ചോനെ. അതുകൊണ്ട് ആ മനസ്സ് നീ ഒന്ന് ശുദ്ധാക്കിക്കൊണ്ട, ആ മനസ്സിൽ നീ തഖ്വ ഒന്ന് നിറച്ചുകൊണ്ട എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനസ്സിൽ ആ തഖ്വ പടച്ചോനാണ് നിറച്ചു തന്നാലോ പിന്നെ നമുക്ക് കഴിയില്ല. എന്ത് തെറ്റ് മുന്നിലൂടെ കടന്നു വരാൻ നമുക്കതൊരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മളായി മാറും. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അങ്ങനെ തന്നെയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ആ ഒരു ബോധത്തോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അതിനെന്ത് ചെയ്യണം, അത് നമ്മളൊരു മാറ്റം നമ്മൾ തീരുമാനിക്കണം. ഈ മാറാൻ കഴിയില്ല, എനിക്ക് ശരിയാവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്ന സംഗതിയാണ്. എന്തുകൊണ്ടാണ് മാറാൻ കഴിയാത്തത്? നമ്മൾ മാറാൻ തീരുമാനിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ വിചാരിക്കാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്? നമ്മൾ വിചാരിക്കണില്ല. വിചാരിച്ചാൽ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സുബൈക്ക് എന്തുകൊണ്ട് നീക്കാൻ കഴിയില്ല? എത്രയായിട്ടും നീക്കാൻ കഴിയണില്ല, നീങ്ങുന്നില്ല, നീക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? നമ്മൾ വിചാരിച്ചാൽ കഴിയുന്നുണ്ട്. ഒരു ടൂറ് ഫിക്സ് ചെയ്താൽ നമ്മൾ 4 മണിക്ക് ടൂറാണെങ്കിൽ 3 മണിയാകുമ്പോഴേക്ക് നമ്മൾ റെഡിയായി, കുളിച്ച് റെഡിയായി നമ്മൾ റെഡിയായിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ 4:30ക്കുള്ള സുബൈക്ക് നമുക്ക് നീക്കാൻ കഴിയുന്നില്ല, ഉറക്കാണ്, എത്രയായിട്ടും പൊങ്ങുന്നില്ല. നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് നമുക്ക് പലപ്പോഴും പല നിലക്കും ക്ഷീണമാണ്, കാലിന് വേദനയാണ്.
നമ്മൾക്കത് തോന്നുകയാണ്, വെറുതെ തോന്നുകയാണ്. നേരെ മറിച്ച് ഒരു ഫുട്ബോൾ കാണാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് യാതൊരു ക്ഷീണമില്ല. നമ്മൾ എത്രയും വേണമെങ്കിൽ അവിടെ ക്യൂ നിൽക്കും. ക്യൂ നിൽക്കുന്നതിനൊരു പ്രശ്നമല്ല. മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ട് ടിക്കറ്റ് നമ്മൾ എടുക്കും. അപ്പൊ കഴിയാത്തോണ്ടല്ല, പിന്നെ എന്താണ്, അത് വേണമെന്ന് വിചാരിക്കാത്തോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായി നമ്മൾക്ക് വേണമെന്ന് വിചാരിക്കണം. ഒന്ന് കൃത്യമായി ശരിയാകണം എന്ന് നമ്മൾ വിചാരിച്ചെങ്കിലേ നടക്കുള്ളൂ. വേറൊരാൾക്ക് വിചാരിച്ചാൽ നടക്കൂല. ഓരോരുത്തരും അവനാൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കണ മനുഷ്യ. റമദാനാവുമ്പോൾ റസൂലുള്ള സാധാരണ പറയുന്ന കാര്യമാണ്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ പ്രതീക്ഷിക്കുന്ന നന്മയും ആഗ്രഹിക്കുന്ന ആളെ അഖ്ബിൽ, ഇതാ കടന്നുവാ. വല്ല നന്മകളുടെ ഒരു പൂക്കാലം നിന്റെ മുമ്പിൽ അതാ വന്നു കിടക്കുന്നു. ഇതിൽ നിന്ന് നീ വാരിക്കോരിയെടുത്തോ. ഒരു മാസ സമയം, ആ ഒരു മാസ സമയത്ത് ഒരുപാട് അമലുകൾക്കുള്ള വലിയ സന്ദർഭം നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അക്ബിൽ, നീ വേഗം ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ ബാഗിയ ഷർ, ജീവിതത്തിൽ ഷെറുമായി നടക്കണ മനുഷ്യന്മാരെ, തെറ്റ്, അതായത് തെറ്റും കുറ്റവും പാപവുമായി നടക്കണ മുസ്ലിങ്ങളായ നിസ്കരിക്കുന്നൊക്കെ ആളുകൾ, അത്ര ആളുകളോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. യാ ബാഗിയ ഷർ, ഷെറുമായി നടക്കുന്നവനെ അക്സിർ, അതൊന്ന് നീ കുറക്ക്. റമദാൻ വിചാരിച്ചെങ്കിലും ആ ഷെറു നീ കുറക്ക്. അപ്പൊ തെറ്റില് നിരതരായിരിക്കുന്ന ആളുകളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അതൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവാ. നന്മയിൽ കുതിക്കുന്ന ആളുകളെ ഇതാ കയറി വരൂ, നിങ്ങൾക്ക് ഒരുപാട് സന്ദർഭമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ളൊരു മനസ്സ്, ഇങ്ങനത്തെ ഉള്ള ഒരു തഖ്വന്റെ മനസ്സ് നമുക്കുണ്ടായാൽ എന്താ ഗുണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗമാണ് ഞാൻ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾ അള്ളാഹിനോട് ഈ തഖ്വ, ഈ സൂക്ഷ്മത നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായാൽ, പടച്ചോനെ ഇത് നരകത്ത് പോകേണ്ടി വരുമോ എന്നൊരു തോന്നല്, അതാണ് ഈ സൂക്ഷ്മത എന്ന് പറയുന്നത്. നരകത്ത് പോകേണ്ടി വരുമോ ഇങ്ങനെ ചെയ്താല്, ഇങ്ങനെ പറഞ്ഞാല്, ഇങ്ങനെ നിലപാടെടുത്താല് എന്നൊരു തോന്നല്. ആ തോന്നൽ നിങ്ങളെ കയ്യിലുണ്ടോ എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾക്ക് ഏത് വിഷയത്തിലും സത്യം അസത്യം വേർതിരിച്ചറിയാനുള്ളൊരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾക്ക് സത്യാസത്യത്തെ വിവേചിക്കാൻ അള്ളാഹു സാധിക്കും. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാണില്ല, അതെന്താന്ന് അറിയില്ല, ഏതാ പേര് ശരി ഏതാ തെറ്റ് എനിക്കറിയണില്ല എന്ന പ്രശ്നം ഉണ്ടാവില്ല. അതറിയാതിരിക്കാൻ കാരണം നമ്മുടെ മനസ്സിലെ ആ തഖ്വയുടെ കുറവാണ്. തഖ്വയുള്ള ഒരാൾക്ക് അത് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്നോൻ ആ കാര്യത്തിൽ ബോധം ഉണ്ടാവും. ഒരു ഫുർഖാൻ അവൻ ആ വിഷയത്തിലുണ്ടാവും. വയുകഫിറൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങളുടെ ചെറുപാപങ്ങളൊക്കെ നീക്കിക്കളയും. മാത്രമല്ല വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് മറ്റു വൻപാപങ്ങളും പുറത്തു തരും. ഈ ഒരു തഖ്വ ഉണ്ടായാൽ, തഖ്വ ഉണ്ടാവുമ്പോൾ ചെറുപാപങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്നും ഒഴിവാകാൻ പലപ്പോഴും നമുക്കൊന്നും കഴിയില്ല. അത് ജീവിതത്തിൽ നിരന്തരമായി ചെറുപാപങ്ങളിലേക്ക് കടന്നു വരും. നമ്മളിപ്പോ ഒരു ടെലിവിഷൻ കാണുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആ ടെലിവിഷൻ കണ്ട് ഒരു വാർത്ത നമ്മളാണ് കണ്ട് അവിടുന്ന് നീച്ച് കഴിയുമ്പോഴേക്ക് നമ്മളെ ചെറുപാപങ്ങളായ കുറേ കാര്യങ്ങൾ അതിൽ വന്നുപോയി. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പലതും നമ്മൾ കാണേണ്ടി വരുന്നു. അതുപോലെ പല രീതികൾ, അങ്ങനത്തെ ഓരോ ചെറു കാര്യങ്ങൾ, അങ്ങാടിയിൽ കൂടെ ഒന്നാണ് നടന്നു പോവുക എന്ന് വിചാരിക്കുക, അപ്പോഴും ചെറുപാപങ്ങൾ ഒരുപാടുണ്ടാവും. ഒരു കാണാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതൊക്കെ പാപങ്ങൾ ഒരു കറയായി മനുഷ്യനിൽ അങ്ങനെ നിലനിൽക്കുന്നതാണ്. ഇതൊക്കെ മാഞ്ഞു പോകാൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പൊ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൻ ഒന്നുകൊടുത്ത് നിസ്കരിക്കുന്നതോട് കൂടി തന്നെ അത്തരം സംഗതികളൊക്കെ മാഞ്ഞു പോകും. അങ്ങനെ അവൻ ശ്രദ്ധിക്കാതെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അതൊക്കെ മാഞ്ഞു പോകും. നിസ്കരിക്കണമെന്നല്ല എന്ന് വിചാരിക്കും ഒരാൾ. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉണ്ടാകുക? അത്തരം പാപങ്ങൾ അങ്ങനെ കൂടി അതൊരു കട്ടിയായി, അതൊരു കറയായി ശരീരത്തിൽ അങ്ങനെ നിലനിൽക്കുകയും മനസ്സിലൊരു കറയായി നിൽക്കുകയും ബൽ റാന ഖുലൂബുഹും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ കറ പറ്റിയ ഹൃദയമായി മാറും. കറ പറ്റിയ ഹൃദയമായി മാറിയാൽ ഉള്ള പ്രശ്നം എന്താണ്? കറ പറ്റിയ ഹൃദയമായി മാറിയാൽ പിന്നെ നമുക്കതൊരു തെറ്റായി തോന്നൂല. അതാണ് ഇതിൽ വലിയ പ്രശ്നം. വലിയ തെറ്റായിരിക്കും നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത്. നമസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വൻപാപങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ അതൊരു തെറ്റായി നമുക്ക് തോന്നൂല. എന്തുകൊണ്ടാണ്? നിരന്തരം നമസ്കരിക്കാതെ കുറെ നിന്നിട്ട് നമ്മൾക്ക് അതിലൊരു പ്രയാസമില്ലാതെ നമ്മുടെ മനസ്സ് കറ പറ്റുന്ന രീതിയായി. അപ്പൊ അതൊക്കെ മായ്ച്ചു കളയണം. അങ്ങനെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ കറ പിടിച്ചിരിക്കണതോ അതൊക്കെ
ഒക്കെ നമ്മൾക്ക് റമദാനിലൂടെ അത് മായ്ച്ച് കളഞ്ഞ് നമ്മൾക്കൊരു വിശുദ്ധമായ വളരെ ലോലമായ ഹൃദയവും മനസ്സുമായിട്ട് നമ്മൾക്ക് വരണം. അതാണ് യുകഫിറു അൻകും സയ്യിആത്തിക്കും. ഈ ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ അള്ളാഹു ചെറുപാപങ്ങൾ മായ്ച്ചു കളയും. മാത്രമല്ല അതുപോലെ തന്നെ വൻപാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മായ്ച്ചു കളയും, ഇല്ലാതെയാക്കി കളയും. വേറൊന്നുകൂടി അള്ളാഹു ആ സുബഹത്തിൽ പറഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ കുടുങ്ങൂല. അതാണ് അവര്, നമ്മൾ പറയല്ലോ കുടുങ്ങിപ്പോയി എന്ന് പറയല്ലോ, പ്രയാസപ്പെടുക, അത് അവർക്കുണ്ടാവില്ല. വമൻ യത്തഖില്ലാഹ, അള്ളാഹിനെ സൂക്ഷിച്ചാണ് ഒരാള് ഒരു കാര്യം ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അയാൾ യജ്അൽ ലഹു മഖ്റജൻ, അവനൊരു പുറത്തേക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിരുന്നു. ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, പല രീതിയിലുള്ള പ്രയാസം ഉണ്ടാവും. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവും, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ വേറെ പല പ്രയാസങ്ങൾ ഉണ്ടായിന്ന് വരും. എന്ത് പ്രയാസം ഉണ്ടാകുന്ന ആളാണെങ്കിലും ശരി, അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു എക്സിറ്റ്, ഒരു മഖ്റജ്, ഒരു പോംവഴി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ആളുകൾക്ക്, ഈ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നൽകും എന്ന് അള്ളാഹു അതിന് വാക്ക് നൽകിയ കാര്യമാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവന്റെ ആഹാരത്തിന് മുടങ്ങും, ആഹാരം അവന് മുട്ടിപ്പോകില്ല. അവനറിയാത്ത രീതിയിൽ അവൻ ആഹാരങ്ങൾ കിട്ടും. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ പടച്ചോൻ അവന് തുറന്നു കൊടുക്കും. അല്ലാതെ ഇന്ന രീതിയിൽ ഇന്നൊരു സംഗതി, അത് കള്ള് കച്ചവടമായിരുന്നു നടത്തിയിരുന്ന ഒരാൾ മുസ്ലിം ആയി വിചാരിക്കുക. അപ്പൊ അയാൾ വിചാരിക്കുകയാണ്, പടച്ചോനെ എന്റെ ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗം കള്ള് കച്ചവടമായിരുന്നല്ലോ, അത് പാടില്ലാത്ത സംഗതിയാണ്, ഞാൻ ഒഴിവായാൽ എന്റെ കാര്യം എന്തായി പാറും, ഞാൻ കുടുങ്ങിപ്പോവോ? ഒരു പേടിയും പേടിക്കണ്ട. അവിടെ നിങ്ങൾക്ക് പോകാൻ വഴി ഉണ്ടാവും. നിങ്ങളുടെ ആഹാരത്തിന് ഇതല്ലാത്ത മറ്റൊരു നല്ല വഴി അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും എന്നാണ് ഈ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കില്ല. അങ്ങനത്തെ ഒരു ജീവിതം, അങ്ങനത്തെ ഒരു മനസ്സ് നമ്മൾ കെട്ടിപ്പടുക്കണം. ആ കെട്ടിപ്പടുക്കുന്നതിന് തീർച്ചയായും നമ്മൾക്ക് വേണ്ടത് ഈ റമദാൻ മാസം അതിന് ഏറ്റവും അനുയോജ്യമാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ലോലമാണ്. അങ്ങനെ ഒരു പടച്ചോൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിശാചുകൾ കെട്ടിയിടപ്പെടുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും എന്നൊക്കെ പറഞ്ഞാൽ പിശാചാകെ ബോധം കെട്ടി കിടക്കുക എന്നുള്ള അർത്ഥമല്ല. നമ്മുടെ മനസ്സ് നന്മയിലേക്ക് ലേശം ചാഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ പ്രോത്സാഹനവും അള്ളാഹുവിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകും. അപ്പൊ നന്നാകണം, എനിക്ക് ഒരു തെറ്റുകളിൽ നിന്നൊക്കെ ഒന്ന് മുക്തമായി പാപങ്ങളൊക്കെ ഒന്ന് കഴുകി ഒരു നല്ല രീതി ജീവിച്ച് അങ്ങനെ സ്വർഗം നേടണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. തീർച്ചയായും അതിന് പറ്റിയൊരു സന്ദർഭമാണ് വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ ബോധപൂർവം പ്രവർത്തിക്കുക. അത് നമ്മൾക്ക് ഉപകാരപ്പെടും. പരിശുദ്ധ റമദാൻ ആ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമദാനിനി നമ്മൾ പറഞ്ഞ പോലെ 3-5-6 ദിവസങ്ങളേ ഉള്ളൂ. അടുത്ത വ്യാഴാഴ്ച റമദാനാണ്. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് സംഗതികളുണ്ട്. ഒന്ന്, നോറ്റ് വീട്ടാനുള്ള നോമ്പ് നിങ്ങൾ നോറ്റ് വീട്ടണം. പെൺകുട്ടികൾ പ്രത്യേകിച്ചും അവർക്ക് നോമ്പ് പോയിട്ടുണ്ടാകും. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് സാധാരണ നിലക്ക് ഈ അവരുടെ മെൻസസ് പീരിയഡിൽ നോമ്പ് നോൽക്കാൻ പറ്റൂല. അത് നോറ്റിട്ടുണ്ടാവില്ല പല കുട്ടികളും. ആ നോമ്പ് നോറ്റ് വീട്ടിയിട്ടില്ലാത്ത ആളുകൾ അത് വേഗം നോറ്റ് വീട്ടുക. ഇനി നമുക്ക് സമയമില്ല, 5-6 ദിവസമേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് നോമ്പ് വീട്ടുക. അതുപോലെ നോമ്പ് വീട്ടാനുള്ള ആളുകൾ അത് വീട്ടാൻ കഴിയാതെ ഗർഭിണികളായിട്ടോ പ്രസവോ അങ്ങനെയൊക്കെ വന്ന് ഇനി നോമ്പ് പെട്ടെന്ന് വീട്ടാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ഫിദിയ കൊടുക്കുക. ഒരാൾക്ക് ഒരു നോമ്പിന് ഒരു സാധുവിന് ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് അതിന് ഫിദിയ കൊടുക്കുക. അത് ഭക്ഷണ സാധനങ്ങളായിട്ട് തന്നെ കൊടുക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമുക്ക് നൽകിയ മാതൃക. അതാണ്. അപ്പൊ അതിന് നമ്മളെടുത്ത് ഇവിടെ ഓഫീസിലൊരു സംവിധാനമുണ്ട്, വേണ്ടവർക്ക് അത് ഉപയോഗിക്കുക. ഒരു നോമ്പിന് ഒരാൾക്കുള്ള ഭക്ഷണത്തിന്റെ പണം ഇവിടെ കൊടുത്താൽ അടുത്ത ഈ റമദാൻ ആകുന്നതിന്റെ മുമ്പ് തന്നെ അത് സാധുക്കളായ ആളുകൾക്ക് അരി സാധനങ്ങൾ വാങ്ങിയിട്ട് അവർക്ക് നൽകും. അങ്ങനെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ ആളുകൾ, പ്രായമായ ആളുകൾക്ക് അങ്ങനത്തെ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. നോമ്പ് നോൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള രോഗമുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളൊക്കെ ഫിദിയ കൊടുക്കണം.
ഫിദിയ കൊടുക്കണം, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. കഴിഞ്ഞ വർഷം എത്രനാണോ പോയത് അത്രയും നോമ്പിന്റെ ഫിദിയ കൊടുത്തത് ശരിയാക്കുക. മൂന്നാമത്തെ കാര്യം സക്കാത്ത്. നമ്മൾ സക്കാത്ത് കണക്കാക്കി ചെയ്യുന്നത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ അവനാന്റെ സക്കാത്ത് എത്ര ഉണ്ട് എന്ന് കണക്കാക്കുക. ഇവിടെ സ്ഥിരമായി സക്കാത്ത് മാസാന്തോ അല്ലെങ്കിൽ ഒരു കയ്യിൽ പണം ഉണ്ടാവുമ്പോഴോ ഇവിടെ ഓഫീസിൽ സക്കാത്തിന്റെ പണം കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ ഓഫീസിൽ അന്വേഷിക്കുക, ഞാൻ എത്ര തന്നിട്ടുണ്ട്, ഞാൻ എത്ര തന്നിട്ടുണ്ട് എന്ന് അന്വേഷിക്കുക. തനിക്ക് എത്ര സക്കാത്ത് ഉണ്ട് എന്ന് നോക്കുക. ഒരാൾക്ക് ഒരു 10,000 രൂപ സക്കാത്ത് കൊടുക്കേണ്ട ഒരാളാണെങ്കിൽ അയാൾ എത്ര ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് നോക്കുക. അയാൾ ചിലപ്പോൾ ഒരു 7,000 8,000 അവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ബാക്കി 2,000 കൂടി അവിടെ കൊടുത്ത് ഈ വർഷത്തെ സക്കാത്ത് അയാൾ ക്ലിയർ ആക്കുക. അപ്പൊ ഈ വർഷത്തെ സക്കാത്ത് റമദാൻ മാസത്തോടു കൂടി ക്ലിയർ ആക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഒന്നുമില്ല, അവനാന്റെ വരുമാനം എത്ര ഉണ്ടായിട്ടുണ്ട് നോക്കുക. അതിൽ ജീവിത ചെലവിന് വേണ്ടി എത്ര നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു അത് കഴിച്ച് ബാക്കിയുള്ളതിന്റെ 2.5% നിർബന്ധമായി സക്കാത്തായിട്ട് നമ്മൾ കൊടുക്കുക. അത് ഈ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഓരോരുത്തരും കൊടുക്കാനുള്ള സംഗതി വേഗം ആ സംഗതികൾ അത് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ നോമ്പിലേക്ക് ഒരുങ്ങുക എന്ന് പറഞ്ഞത് അതാണ്. നോമ്പ് ആ രീതിയിൽ നമ്മൾ ഒരുങ്ങുക, മനസ്സുകൊണ്ട് ഒരുങ്ങുക. എല്ലാവിധ ഈ പറഞ്ഞ വീട്ടാളുടെ നോമ്പ്, അതുപോലെ തന്നെ ഫിദിയാണെങ്കിൽ ഫിദിയ, അതല്ലെങ്കിൽ സക്കാത്തിന്റെ വിഷയം, അതൊക്കെ ക്ലിയർ ആക്കി നമ്മളൊരു റമദാനെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങുക. അതുവഴി നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുന്ന അവസ്ഥ ഉണ്ടാകണം. അള്ളാഹു അതിന് നമ്മെയും നമ്മളുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ വരവേൽക്കാനും അത് ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാക്കി മാറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തവരാണ് നമ്മളെല്ലാവരും. അതൊക്കെ നീക്കി അതെല്ലാം കഴുകി അതൊക്കെ റമദാനിൻ്റെ കാലത്തെ റമദാനിലെ ജീവിതത്തിലൂടെ അതൊക്കെ നീക്കിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.